ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ ആരാധനകൾ, സാക്ഷ്യങ്ങൾ, കർത്താവെ വചന ശുശ്രൂഷകളൊക്കെ അവിടുത്തെ നാമത്തിന് പ്രസാദകരമായിരിക്കുവാൻ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാട്ടുകളെ പാടി ആരാധന ലീഡ് ചെയ്യുന്ന അവിടുത്തെ ദാസനെ തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് തിരുനാമം ഉയർത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. കടന്നു വരുവാനായി ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് ജോയിൻ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളും അഭയാചനകളും കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ടുത്തരമാരണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾക്കെല്ലാവർക്കും ദൈവീയ സന്നിധിയിൽ ഈ സൂം പ്ലാറ്റ്ഫോം വഴിയായി കൂടുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾക്ക് ആരാധനയ്ക്കായി സമയത്തെ വേർതിരിക്കാം. പാട്ടുകൾ പാടുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ബിന്നിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ തവണ നമ്മളോട് കൂടെ ആയിരുന്നു. തൻ്റെ ശുശ്രൂഷകളെ ദൈവം മാനിക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അല്പസമയം ആരാധനയ്ക്കായി മാറ്റി വയ്ക്കുമ്പോൾ അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് ചേർന്ന് പാടി നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ബ്രദർ ബിന്നി മാത്യു. പ്രൈസ് ദി ലോർഡ്. നല്ല സമയത്തിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സൂമിലൂടെ ഒരുമിച്ച് നമുക്കായിരിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം, വാഴ്ത്തി സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. നമ്മൾ പോയിരുന്ന ഇടങ്ങളിൽ, കടന്നുപോയ വഴികളിലെല്ലാം കർത്താവ് കൂടെയിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാധനയ്ക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശു മാത്രമാണ്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് തുറക്കാം. അനേകരെ പെർഫോമൻസിന് വേണ്ടി പാട്ടുകൾ പാടാറുണ്ട്. കർത്താവിന് വേണ്ടത് ഒരു പെർഫോമൻസ് അല്ല, ബ്രോക്കൺ ഹാർട്ട്സ് ആണ്. നമ്മുടെ ഹൃദയ നുറുക്കത്തോടെ, വേദപുസ്തകത്തിൽ വായിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അവിടുത്തെ മകനാണ്, മകൻ കർത്താവേ, എന്നെ പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്നുവെന്ന് ഹൃദയത്തിലൊന്ന് പറഞ്ഞ് നമ്മൾ പാടിയാൽ ഹല്ലേലൂയ, നിലവിലെ അവ്യക്തതകളും പ്രതിസന്ധികളും എല്ലാം മാറ്റിത്തരുന്ന കർത്താവ്. എൻ്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ പകർന്നല്ലോ കർത്താവേ. കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കി നമുക്ക് പാടുവാൻ കഴിയണം. നിന്റെ ചിറകുകളിൽ, വിശാലമായ ചിറകിൽ എന്നെ കാത്തു പരിപാലിച്ചല്ലോ. നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് അതുകൊണ്ട് പറയാൻ കഴിയണം, കർത്താവേ, ഞാൻ ജീവനുള്ള നാൾ മുഴുവനും അങ്ങയെ സ്തുതിക്കും. എൻ്റെ രക്ഷകനും എൻ്റെ പാറയും എൻ്റെ കർത്താവാണ്. അറിയാവുന്ന പാട്ടാണ്. എല്ലാവരും ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. സകല മഹത്വവും മഹിമയും ബലവും നമ്മുടെ കർത്താവിന് കൊടുക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, ബലത്തോടെ ആരാധന കർത്താവ്. യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. എൻ്റെ പാറയാകും യേശുനാഥാ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നുമെന്നും സ്തുതി നിനക്ക്. മഹിമയും ബലവും നിറഞ്ഞവനെ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ.
എന്റെ ബലഹീന നേരങ്ങളിൽ നിന്റെ കൃപ എന്നിൽ തന്നല്ലോ നീ. ഓ യേശുനാഥ, നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ, നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആമേൻ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ആമേൻ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിന്റെ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. ആമേൻ. വിശ്വസ്തനും നീ എന്നും തുണയായോരും, സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായോരും, സ്തുതിക്കു യോഗ്യനും നീ. ആരാധന ആരാധന അങ്ങേക്ക്, 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 ആരാധന അങ്ങേക്ക്. ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. ഓ നാഥാ, നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുവേ. നാഥാ, നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുവേ. ചേർന്ന് പാടാം. ഓ ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ആമേൻ. ആരാധന യേശുവിന്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ആമേൻ. ആരാധന അങ്ങേക്ക്, ആരാധന യേശുവിന്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ആമേൻ. ആരാധന യേശുവിന്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ഹല്ലേലൂയ. അവിടുത്തെ ചിറകിന്റെ മറവിലാണ് നമ്മൾ. കാരണം നമ്മളെ കാത്തു പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ബലഹീനതയിൽ നമ്മളെ കാക്കുന്ന ദൈവം, കരം താങ്ങി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ ഒഴിഞ്ഞ കുപ്പത്തൊട്ടിയിൽ കിടന്ന പാത്രങ്ങളെ മാനപാത്രമാക്കി മാറ്റി. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ നല്ലൊരു പാത്രമാക്കി തിരഞ്ഞെടുത്തു. ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന നമ്മളെ, ഹല്ലേലൂയ, മൺപാത്രങ്ങളായിരുന്ന നമ്മളെ, പുറംപറമ്പിൽ എറിയപ്പെട്ടിരുന്ന നമ്മളെ ക്രിസ്തു തിരഞ്ഞെടുത്തു. നാം എന്താകണമെന്ന് സൃഷ്ടികർത്താവിന് നിശ്ചയമുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഹല്ലേലൂയ. ജീവനുള്ള കാലത്തോളം കർത്താവേ, എൻ്റെ കരങ്ങൾ ഉയർത്തി സിംഹാസനത്തിൽ വാഴുന്ന കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ. എത്ര വലിയൊരു പ്രത്യാശയും ഹൃദയത്തിൽ ആ സന്തോഷവുമാണ് കർത്താവ് നമുക്ക് തന്നത്. ഈ പാട്ട് വർഷങ്ങളായി ദൈവമക്കൾ പാടുന്നൊരു പാട്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം
നിത്യതയിൽ പ്രവേശിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ ഏഴംകുളം സാങ്കുട്ടി എഴുതിയ ഈ പാട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് പാടാം. കൃപയിന് അത്യന്ത ധനം മൺപാത്രങ്ങളിൽ പകർന്നു. ഹല്ലേലൂയ. അതിൻ്റെ അവസാന വരികളൊക്കെ വളരെ പ്രത്യാശ നിറഞ്ഞതാണ്. ഹല്ലേലൂയ. തൻ്റെ ഗംഭീരനാദത്താൽ ദൂതൻ്റെ കാഹളധ്വനിയാൽ മേഘങ്ങൾ പിളർന്നുകൊണ്ട് മണവാളൻ കടന്നു വരും. പൊടികളിൽ ഉറങ്ങുന്ന വിശുദ്ധർ നിത്യതയ്ക്ക് വേണ്ടി ഉണരും, നമ്മൾ എടുക്കപ്പെടും. ആ ഒരു പ്രത്യാശയാൽ നമ്മുടെ ഹൃദയം ഒന്ന് നിറഞ്ഞോട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, ജീവനുള്ള കാലത്തോളം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പാടും, അങ്ങേക്ക് വേണ്ടി നിൽക്കും. ആ ഒരു തീരുമാനവും ഉറപ്പും നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ. ഒരുമിച്ച് നമുക്ക് ചേർന്ന് പാടാം. കൃപയിൻ അത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു. നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി. നല്ല ഫലങ്ങൾ നൽകുവാൻ വൻകൃപ ചൊരിഞ്ഞു നൽകി. സത്യസഭയെ പോറ്റുവാൻ നൽവരങ്ങൾ പകർന്നു നീ. ഓ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹൃദയത്തിനാഗ്രഹം നൽകി അധരത്തിന് യാചന കേട്ടു. കാര്യസ്ഥൻ സാന്നിധ്യം നൽകി ആൾത്തോറും ഭാരം ചുമന്നു. ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിൻ്റെ ധ്വനിയാ. വീണ്ടെടുക്കപ്പെട്ട സംഘം ഓ പ്രഭുവിന്റെ സ്തുതി മുഴക്കും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും. ആമേൻ. കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ. ധാന്യം മുറ്റും വർദ്ധിപ്പിച്ചു, രട്ടിനെ മാറ്റി വിരിച്ചു. കാലടി വയ്ക്കുവാനായി മുൻപിൽ വിശാലത നൽകി. മാറായെ മധുരമാക്കി വിലാപം നൃത്തമാക്കി. രക്ഷയ്ക്കായി കാക്ഷിച്ചവരെ ഓ രക്ഷയ്ക്കുള്ളിൽ പൊതിഞ്ഞു നീ. ആമേൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും. ഓ കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ. വിധിൻ നടുവിലൂടെ ശുദ്ധ ജീവജല നദി നിത്യം പ്രകാശിച്ചിടുന്ന ദീപസ്തംഭത്തിൻ്റെ മുന്നിൽ
ദൂതന്മാർ ചിറകൊതുക്കി, മുപ്പന്മാർ കിരീടം താഴ്ത്തി, പെരുവെള്ളത്തിനിരക്കി പോ പ്രഭുവിനെ സ്തുതി മുഴക്കും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ആമേൻ. ചേർന്ന് പാടിക്കാം. താങ്ക് യു ജീസസ്. തന്റെ ഗംഭീരനാദത്താ ദൂതന്റെ കാഹളമൂതിയ മേഘങ്ങൾ പിളർന്നുകൊണ്ട് മണവാളൻ വന്നണയുമ്പോൾ കൊടികളിലുറങ്ങും ശുദ്ധ നിത്യതയ്ക്കായിട്ടുണരും. നാഥ കർത്താവേ വരണേ, ഓ ആമേ വിവേകം വരണേ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഓ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ. തന്റെ ഗംഭീരനാദത്താൽ ദൂതന്റെ കാഹളധ്വനിയാൽ മണവാളൻ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ആ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമുക്കും തുറക്കാം. പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ എനിക്കാരുമില്ല എന്ന് പറയുമ്പോൾ പുറമേ നോക്കിയാൽ സഹായത്തിന് ധാരാളം ആളുകളുണ്ടെന്ന് നമുക്ക് തോന്നിയാലും ആവശ്യത്തിന് ആരുമില്ലാത്ത ഇടങ്ങളിൽ അനേകർ താമസിക്കുന്നുണ്ട്. നിരാശപ്പെടരുത്. കാരണം നമ്മുടെ യേശു ജീവിക്കുന്നു. അവൻ നമ്മളെ കൈവിടാത്ത ദൈവമാണ്. നിത്യത മുതൽ നിത്യത വരെയും നമ്മളെ കൊണ്ടുപോകുന്ന രക്ഷകർത്താവ്. അതുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയണം, യേശു ജീവിക്കുന്നു, നാളെയെക്കുറിച്ച് എനിക്ക് ഭാരമില്ല, എൻ്റെ ഭാവി കർത്താവിൻ്റെ കരങ്ങളിലാണ്. എത്ര ധന്യനാണ് ഞാൻ. എത്ര ആളുകളെ കഴിഞ്ഞ ആഴ്ചകളിൽ പെട്ടെന്നായിട്ട് ചെറിയൊരു കാര്യം വരുമ്പോൾ ആത്മഹത്യ ചെയ്തതെന്ന് അറിയാമോ? നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മുടെ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമാറോ. യേശു ജീവിക്കുന്നു, എനിക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. ഈ പാട്ട് അറിയാവുന്ന എല്ലാവരും ഹൃദയം തുറന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ഒന്ന് മഹത്വപ്പെടുത്താം. ഹൃദയങ്ങളെ തുറക്കാം. താങ്ക് യു ജീസസ്. താൻ വാഴുകയാ ആകുലമില്ല, നാളെയെന്ന് ഭീതിയില്ല. ദൈവത്തിൻ യേശുജാന സ്നേഹിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാൻ ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ. താൻ വാഴുകയാ ആകുലമില്ല,
നാളെയെങ്ങും ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. വേണ്ട ആശ്രയമേകാം അൻകരങ്ങൾ പിൻവീഴുന്ന തൻവഴികൾ സമ്പൂർണമല്ല, ദോഷമായൊന്നും താതം ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാ ഓ ആകുലമില്ല, നാളെ ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. ഓ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, ഓ അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാറി നിത്യവും ചാരിടും എത്ര മോദം. താൻ വാഴുകയാ, താൻ വാഴുകയാ ആകുലമില്ല, നാളെ ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോകജീവിതം. Because he lives, oh, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds my future, and life is worth the living just because he lives. Oh, എത്ര ധന്യമേ ഈ ലോകജീവിതം. ക്രിസ്തുവിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ഭയപ്പെടുവാനൊന്നുമില്ല. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ രാജാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്ന വലിയ പ്രത്യാശയ്ക്കായി കർത്താവേ, ഞങ്ങൾ വീണ്ടെടുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതിനായിട്ട് നന്ദി പറയുന്നു. ലോകം തരാത്ത സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് പകർന്ന അരുമനാഥനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ സൂമിനെ അനുഗ്രഹിച്ചാട്ട് അവിടുത്തെ കൃപയാൽ നിറയ്ക്കണം. എല്ലാവരെയും ദൈവകൃപയിൽ നിറയ്ക്കണം കർത്താവേ. മഹത്വമെല്ലാം അങ്ങേക്ക് മാത്രം, ക്രിസ്തു യേശുവിന്റെ പേരിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു ബ്രദർ ബിന്നി. ദൈവം അനുഗ്രഹിക്കട്ടെ. താൻ വാഴുകയാൽ, because he lives, അവൻ ജീവിക്കയാൽ നമ്മളും ജീവിക്കുന്നു. ദാറ്റ്സ് ഓൾ വി ഹാവ് ക്യാൻ സേ. നമ്മൾക്ക് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. ഞാൻ അനാഥനല്ല, ഞാൻ അശരണനല്ല. ശരണമില്ല എന്ന് തോന്നുമ്പോൾ ശരണമായി, താങ്ങായി, തണലായി നമ്മളുടെ അടുത്ത് വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾക്ക് ആ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നിരത്തി വയ്ക്കുവാനുള്ള അവകാശം. കാരണം
മക്കൾക്ക് അപ്പൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയാം. നമ്മള് കഴിഞ്ഞ ആഴ്ചയിലാണോ അതിന് മുമ്പത്തെ ആഴ്ചയിലാണോ അപ്പ എന്ന് വിളിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കർത്തൃദാസനിൽ കൂടെ നമ്മൾ കേട്ടു. അപ്പ എന്ന് വിളിക്കുവാനുള്ള അവകാശം നമ്മൾക്ക് എങ്ങനെ ഉണ്ടായി? ആ അപ്പൻ്റെ അടുത്ത് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾക്ക് പറയുവാൻ ദൈവം അനുവാദം തന്നിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറയുന്നതും ദൈവം ആരെ എന്ന് അറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതും ആണ്. കാരണം അന്ന് കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതിന് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ പിതാവിൻ്റെ അടുത്ത് ചെല്ലുന്നത് പോലെ നമ്മൾക്ക് നമ്മളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ ചില നാളുകളായി ജോസായ എന്നൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം പ്രാർത്ഥനകളെ കേട്ട് മാസങ്ങൾക്ക് ശേഷം ഓൾമോസ്റ്റ് 3 months കൊച്ചു കുഞ്ഞ് ഹോസ്പിറ്റലായിരുന്നു. ഭവനത്തിൽ മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഹി ഹാവ് ടു ലേൺ ഹൗ ടു വാക്ക്, ഹി ഹാവ് ടു ലേൺ ഹൗ ടു ഈവൻ ഈറ്റ്. അപ്പം ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. തമ്പിക്കായി ലളിതയ്ക്കായി പ്രാർത്ഥിക്കണം. തമ്പിയുടെ സർജറി കഴിഞ്ഞ് നാട്ടില് ഒരു ആയുർവേദിക് സെന്ററിൽ ഫിസിക്കൽ തെറപ്പിക്കായിട്ട് വിശ്രമിക്കുന്നു. ഏറ്റവും പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ച് ഇവിടേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം സാഹചര്യങ്ങളെ ഒരുക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട രാജുവിൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന പലര് ഉണ്ട്. അവരെ ഒക്കെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമാധാനം നൽകുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരനുഭവിക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള പലരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പലര് കീമോ എടുക്കുന്നവരുണ്ട്, പലര് റെമിഷനിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല. ചില പേരുകൾ ഡെയ്സിക്കായി പ്രാർത്ഥിക്കാം, ചിന്നുനായി, സൂസിക്കായി, ജുബിനായി ഒക്കെ പ്രാർത്ഥിക്കാം. റിക്കവറിയിലായിരിക്കുന്നവരെ ദൈവം കരുതുവാനായി, കീമോ എടുക്കുന്നവർക്ക് ദൈവം കൃപ നൽകുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. സ്കൂളുകളിലും കോളേജുകളിലും ആയിരിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവിടെ ടെക്സസ് പ്രദേശങ്ങളിൽ അടുത്ത ആഴ്ചയിൽ സ്കൂളുകളൊക്കെ അടയ്ക്കുകയാണ്. എന്നാൽ ന്യൂയോർക്ക്, ന്യൂജേഴ്സി പ്രദേശങ്ങളിൽ സ്കൂളുകൾ ഇനിയും കുറച്ച് 2-3 ആഴ്ചയോടെ ഉണ്ട്. ജൂൺ പകുതിയാകുമ്പോഴേ അടയ്ക്കുകയുള്ളൂ. ആ കുഞ്ഞുങ്ങളുടെ പരീക്ഷകളുടെ ഒക്കെ ഓർത്ത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങൾ വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് അവർക്ക് തക്കതായ തുണകളെ കർത്താവ് ഒരുക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ പ്രിയപ്പെട്ടവർ പലരും ഫാമിലി പ്രോബ്ലംസിൽ ആയിരിക്കുന്നു. അവരെ ഓർത്ത് ഡിവോഴ്സിൻ്റെ വക്കത്തോളം ഒക്കെ ആയിരിക്കുന്ന പലരുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ജോലികൾ ആവശ്യമുള്ളവരുണ്ട്, ജോലിക്കായി നോക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ പാർക്കുന്ന ഈ അമേരിക്കൻ ഐക്യനാടുകളെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. മിഡിൽ ഈസ്റ്റിൻ്റെ സമാധാനത്തിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ടെസ്റ്റിമണിയും മെസ്സേജിനും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് പാസ്റ്റർ ബ്ലെസൻ സാം നമ്മളെ പ്രാർത്ഥിച്ച് സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിന്റെ പ്രത്യാശ ജീവനുടമാ ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഇപ്രകാരം മീറ്റിംഗിൽ ഒരുമിച്ച് കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും മുഖത്തപ്പെടുത്തുവാനും ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ ഈ മീറ്റിങ്ങിനെ ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവം തുടർന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ തോമസ് അങ്കിൾ, ലിൻഡ ആന്റി കുടുംബം ഒരു ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ നാളുകളൊക്കെ കർത്താവെ സമയം കണ്ടെത്തി ഇപ്രകാരം കാര്യങ്ങളെ ക്രമീകരിപ്പാത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടിയാക്കി തീർത്ത കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ കരം നീട്ടുമാറാകണമേ. അവരുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഈ ഇപ്പോൾ തന്നെ ഒരു വലിയ വിടുതല് ആ ഭവനത്തിന്മേൽ അയക്കണം, തലമുറയുടെ മേൽ അയക്കുമാറാകണം. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ മീറ്റിംഗിൽ ഇന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു അത്ഭുത വിടുതല്, അത്ഭുത രോഗശാന്തി കർത്താവ് പകരുമാറാകണമേ. വിവിധ ഭാരത്തോടെ, വേദനയോടെ, ദുഃഖത്തോടെ ഇന്ന് ആയിരിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ കൃപ ഓരോരുത്തരുടെ മേലും ചൊരിയുമാറാകണമേ. ദൈവീയ വായ്ത്തത്വങ്ങൾ ഓരോരുത്തരുടെ മേലും പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ നീതി ഓരോരുത്തരുടെ മേലും വെളിപ്പെട്ടു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഗാനങ്ങൾ ആലപിച്ച പ്രിയ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നല്ലോ. പിന്നെയും അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രിയ മകനെ നീ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് വചനം സംസാരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കേൾക്കുന്ന വചനങ്ങൾ വലിയ വിടുതലും അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും വലിയ വിടുതലുകളെ പകരുമാറാകണം. അതിവേഗം ഓടുന്ന വചനത്തിന്റെ ശക്തി ഓരോരുത്തരുടെ മേലും അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകാൽ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയുടെ മറുപടി വിടുതലുകളായി ഭവനങ്ങളിൽ വെളിപ്പെട്ട കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവരെ പിന്നെ ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിന്മേൽ ദൈവീയ വിടുതൽ അയക്കുമാറാകണമേ. അത്ഭുത രോഗശാന്തി, അത്ഭുത വിടുതല് ഓരോ കുടുംബങ്ങളെ മേൽ അയക്കുമാറാകണമേ. അവരുടെ ശരീരത്തിൽ ഇപ്പോൾ ആ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെ ഈ ക്ഷണത്തിൽ ദൈവമേ നീ സൗഖ്യമാക്കുമാറാകണമേ. രോഗക്കിടക്ക മാറ്റി വിരിക്കുന്ന ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ സൗഖ്യമാക്കുന്ന ദൈവമാണ്, നീ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഈ ക്ഷണത്തിൽ തന്നെ അങ്ങനെയുള്ള രോഗികളെല്ലാം സൗഖ്യമാകട്ടെ കർത്താവേ. ദൈവീയ വിടുതല്, അതുപോലെ പേര് പറയപ്പെട്ട വ്യക്തികളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലൊക്കെ ദൈവത്തിന്റെ നീതി, ദൈവീയ വിടുതല് അയച്ച് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എത്ര വേഗം അവർക്കൊരു ജോലി കൊടുത്ത് അവരെ ആദരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിവാഹ പ്രായത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം തക്ക തുണയെ കൊടുത്ത് അവരെ ആദരിക്കുക, അനുഗ്രഹിക്കുക ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചിലർ ഇന്ത്യയില് സ്കൂൾ തുറക്കുന്നു, അമേരിക്കയിലെ സ്കൂൾ അടയ്ക്കുന്നു. കർത്താവെ, അവിടെ എല്ലാ കുഞ്ഞുങ്ങളെ ഭദ്രമായ ചെറുകടയിൽ പരിപാലിക്കുക, സൂക്ഷിക്കുക ചെയ്യണം. പഠിക്കാൻ വേണ്ട ബുദ്ധിയും ജ്ഞാനവും അറിവും ഓർമ്മശക്തിയും കൊടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കുമാറാകണം. ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ, ദൈവത്തിനും മനുഷ്യർക്ക് പ്രസാദമുള്ളവരായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാകണമേ. ഈ ലോകമോഹങ്ങളിൽ കുടുങ്ങിപ്പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഓരോരുത്തരെയും ബലപ്പെടുത്തിയാട്ടെന്ന് പ്രാർത്ഥി. കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. ഇന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്ന ക്ഷണത്തിൽ തന്നെ ആ കുടുംബ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ കരം തൊടുമാറാകണമേ. ഐക്യതയോടെ, സ്നേഹത്തോടെ, പ്രത്യാശയോട് ജീവിപ്പാൻ ഓരോരുത്തരെയും നീ ബലപ്പെടുത്തണം. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, അവരെയും അനുഗ്രഹിക്കുമാറാകണമേ. എത്രയും വേഗം ദൈവീയ വായ്ത്തത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ദൈവമിടയാക്കണം. മദ്യത്തിന്, മയക്കുമരുന്ന് അടിമപ്പെട്ടു പോകുന്ന വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലും ദൈവം കരം നീട്ടുമാറാകണമേ. അതുപോലെ ഇന്ത്യക്ക് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്തൃവേലയിലായിരിക്കും ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയൊരു മാറ്റം ഈ ദിവസങ്ങളിൽ ദൈവം അയക്കുമാറാകണം. ഒരു വലിയ ദൈവപ്രവൃത്തി ദേശങ്ങളിൽ വെളിപ്പെടുവാൻ ദൈവമിടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഏവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിപ്പാൻ ഓരോരുത്തരെ നീ ഒരുക്കിയാട്ടെ. ഇന്നത്തെ മീറ്റിംഗ് ഒരു അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ബ്ലെസൻ പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ നമ്മളുടെ കർത്താവിന്റെ വലിയ നാമത്തില് വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
പരീക്ഷകളൊക്കെ കഴിഞ്ഞ് പൂജമോളും നമ്മളോടുകൂടെ ആയിരിക്കുന്നു. തുടർന്നുള്ള ഇന്റേൺഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ സാധാരണ വചനം കേൾക്കുന്നതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് പലപ്പോഴും നമുക്ക് നമ്മളുടെ ആത്മീക ജീവിതത്തെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ദൈവം മറ്റുള്ളവരിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ത് എന്ന് മനസ്സിലാക്കുവാനുമുള്ള അവസരമാണ് സാക്ഷി പറയുന്നത്. ജോബിൻ തോമസ് എൻ്റെ നീസിൻ്റെ മകനാണ്. ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തി നിർത്തുകയാണ്. സാക്ഷ്യത്തിൽ കൂടെ ജോബിൻ ദൈവം തന്നെ നടത്തിയ വഴികളെക്കുറിച്ച്, ദൈവം ഇന്ന് എങ്ങനെ പരിപാലിക്കുന്നു, ജീവിതത്തിലായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം നടത്തുന്ന വഴികളെക്കുറിച്ച് തൻ്റെ സാക്ഷ്യവും അതിനുശേഷം വചനത്തിൽ നിന്ന് അല്പസമയം സംസാരിക്കും. നമ്മൾക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വീഡിയോ ഓൺ ചെയ്യാൻ സാധിക്കുന്നവർ ഒക്കെ വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ നന്നായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ജോബിൻ തോമസ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കാമോ? കേൾക്കാൻ ജോബിനെ. കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വലിയവനായ ദൈവത്തിന് ഞാൻ ഒന്നാമത് നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗിൽ എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട തോമാച്ചാനോടുള്ള നന്ദി ഒന്നാമതായി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിൽ വർഷിപ്പ് ലീഡ് ചെയ്ത ബ്രദർ ബിന്നി മാത്യു, അദ്ദേഹത്തോടുള്ള സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനവധി ആളുകൾ ഇതിൽ കടന്നു വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഒറ്റ പേരിൽ എല്ലാവരോടുള്ള സ്നേഹത്തെ ഞാനിവിടെ അറിയിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാരുണ്ട്, എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ബന്ധുമിത്രാദികൾ ഒക്കെയുണ്ട്. അവരെ എല്ലാവരും ഒരു വാക്കിൽ ഞാൻ കർത്താവിന്റെ സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയും. ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് വലിയവനായ ദൈവത്തെ ഞാൻ ഒരിക്കൽക്കൂടെ മഹത്വം കരയറ്റുകയാണ്. എനിക്ക് ലഭിക്കുന്ന ഈ സമയത്ത് എൻ്റെ സാക്ഷ്യവും അതോടൊപ്പം തന്നെ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്പമായി നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് പ്രാരംഭമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഞാനൊരു വാക്യം വായിച്ച് അതിനുശേഷം ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞ് അതിനോടൊപ്പം ഞാൻ വചനം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഐശയ്യാ ചാപ്റ്റർ 40 വേഴ്സസ് 6 to 8. കേട്ടോ, വിളിച്ചു പറയുക എന്നൊരുത്തൻ പറയുന്നു. എന്തു വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ, ജനം പുല്ലു തന്നെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും എന്നുള്ള ഈ വാക്യം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ഇവിടെ തോമാചാൻ സൂചിപ്പിച്ചു, ജോബിൻ എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ചാലാപ്പള്ളി എന്ന ഒരു ഗ്രാമത്തില് ഒരു മർത്തുമ കുടുംബത്തിൽ ജനിച്ച് നല്ലവരായ മാതാപിതാക്കളാൽ വളർത്തി സൺഡേ സ്കൂള്, VBS, UN സഖ്യം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സജീവമായി 10ാം ക്ലാസ് വരെ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു നല്ല കൗമാരക്കാരനായിരുന്നു. അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ്, പപ്പ വിദേശത്തായിരുന്നു. വളരെ സന്തോഷമായിട്ട് വളരെ നല്ല രീതിയിൽ അവർ വളർത്തി. 10ാം ക്ലാസ്സിന് ശേഷം +2 പഠിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ മുതൽ
അല്പമായി മദ്യപാനവും പുകവലിയും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പം മാതാപിതാക്കൾ എന്നെ അവിടെ നിന്ന് കോയമ്പത്തൂർ എന്ന സ്ഥലത്തേക്ക് ഡിഗ്രി പഠിക്കാനായിട്ട് അയക്കുകയാണ്. ഇവിടുത്തെ കൂട്ടുകെട്ടിൽ നിന്ന് എന്നെ മാറ്റുവാൻ വേണ്ടി. അങ്ങനെ കോയമ്പത്തൂർ ചെന്ന് അവിടെ പഠനം ബികോം പഠിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ മദ്യപാനവും പുകവലിയും ഉള്ള ആ അവസ്ഥയിൽ നിന്ന് അടുത്ത അതിന്റെ പടി, അതായത് അവിടെ ഉണ്ടായിരുന്ന ഡ്രഗ്സ്, അന്നത്തെ കാലത്ത് 2000 ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആ ലഹരി പദാർത്ഥങ്ങൾ, അതിന്റെ അടിമ, അതിന്റെ അഡിക്ഷൻ, അതിനകത്ത് ആകുവാൻ അങ്ങനെ ആയി തീർന്നു. പിന്നീട് വീടോ അങ്ങനെ മറ്റുള്ള ബന്ധങ്ങളൊന്നുമില്ല, ദൈവവും ഇല്ല, ദൈവവുമായിട്ട് ബന്ധമില്ല. എപ്പോഴും ഈ ലഹരിക്ക് മാത്രം അടിമയായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ അമ്മ മർത്തോമയിലാണെങ്കിലും അമ്മ ആ സമയത്ത് ഞങ്ങൾ അറിയാതെ സ്നാനപ്പെട്ട് എന്നാൽ പ്രാർത്ഥനയ്ക്ക്, മറ്റുള്ള പ്രാർത്ഥനകൾ, പെന്തക്കോസ്റ്റ് മീറ്റിങ്ങുകളിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് വേണ്ടി ഒത്തിരി കരയുമായിരുന്നു. വളരെയധികം കരഞ്ഞുകൊണ്ടിരുന്ന ഒരമ്മയാണ് എൻ്റെ അമ്മ. കാരണം ഞാൻ ഇങ്ങനെ ഓരോ നിമിഷവും ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയെ സംബന്ധിച്ച് അത് ഭയങ്കര വേദനയായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് ഇന്നിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നുള്ള ആ തിരുവചനത്തിന്റെ ആ അർത്ഥമാണ്. അതായത് ആ അമ്മയുടെ യഥാർത്ഥത്തിലുള്ള ഒരു പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അപ്പം അങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ ആ ഡിഗ്രിയുടെ പഠനം അവിടെ കഴിയുന്നു. അതിനുശേഷം അടുത്ത് MBA പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. MBA ഫൈനാൻസ് ആണ്. അവിടെ ഇതിന്റെ ബാക്കിയായ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു. ഇങ്ങനെയെല്ലാം കടന്നു പോകുമ്പോഴും ദൈവത്തോടുള്ള ഒരു ബന്ധമേ ഇല്ല. എങ്ങനെയെങ്കിലും കാരണം ഈ ഭൂമിയിലുള്ള യാതൊന്നിനെ കുറിച്ച് ഒരറിവും ഒരു ഓർമ്മയില്ല. ഈ ലഹരി മാത്രമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ചിന്ത. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനുശേഷം അവിടെ നിന്ന് റിലയൻസിൽ ഒരു ജോലി ലഭിക്കുന്നു. പഠനം പൂർത്തിയായി, ജോലി ലഭിച്ചു. അതിനോട് ശേഷം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഇങ്ങനെ പോവുകയാണ്, മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2013 ജനുവരി 26 എൻ്റെ വിവാഹം നടക്കുന്നു. വിവാഹം നടക്കുന്നത് കുമ്പനാട് ശാലെ മർത്തോമ പള്ളിയിൽ വെച്ചാണ്. വൈഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അന്ന് അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് അന്ന്. ഇപ്പോൾ കരിപ്പഴ എന്ന സ്ഥലത്ത് ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വിവാഹം നടക്കുന്നു. വൈഫിന്റെ പേര് ആഷി എന്നാണ്. അവളുടെ ബാക്ക്ഗ്രൗണ്ട്, അവളൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്നവളാണ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് ദൈവമായിട്ട് അങ്ങനെ ഒരു ബന്ധവും ഇല്ല. അങ്ങനെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞങ്ങൾ അങ്ങനെ എറണാകുളത്തേക്ക് താമസം മാറുന്നു. അവിടെയാണ് വൈഫ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അവിടെ എറണാകുളം ഓഫീസിലാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് ജീവിതം പോവുകയാണ്. 2013 ജനുവരി 26 വിവാഹത്തിന് ശേഷം ഏകദേശം ഒരു 2 മാസം കഴിയുമ്പോൾ അവിടെയാണ് ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കുന്ന സമയമാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ അതൊരു അത്ഭുത രോഗസൗഖ്യമാണ്. എന്നെ സംബന്ധിച്ച് എനിക്കത് അത്ഭുതമാണ്, അത് മിറക്കിളാണ്. കാരണം ഞാൻ കർത്താവിലേക്ക് തിരിയുവാൻ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്ന അതല്ലാതെ വേറെ യാതൊരു നിവൃത്തിയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ മിറക്കിളായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അതിന് മുന്നും പിന്നും ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇങ്ങനെ അവിടെ എറണാകുളത്ത് താമസിക്കുമ്പോൾ വൈഫിന് ദേഹം മുഴുവന് ഇങ്ങനെ കഴുത്ത് മുതൽ കാല് വരെ പൊട്ടി, അതൊരു വല്ലാത്ത സ്റ്റേജിലേക്ക് വരികയാണ്. സോറിയാസിസ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ലേക്ക് ഷോറിൽ അന്ന് ഡെർമറ്റോളജിയുടെ HOD ആയിരിക്കുന്ന ഡോക്ടർ സഞ്ജയ് M ചെറിയാനാണ് അന്ന് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നുണ്ട്, ധാരാളം ഓയിൻമെന്റ്സ്, അകത്ത് കഴിക്കാൻ മരുന്നുകൾ, അങ്ങനെ എല്ലാം കഴിക്കുന്നുണ്ട്. യാതൊരു ഫലവും ഇല്ല. ഇത് വൾഗറായി വളരെയധികം അത് മോശമായി വരികയാണ്. അതായത് കഴുത്ത് നാട്ടിൽ കറണ്ട് പോയതായിരിക്കും. ജോബിനെ
കേക്കത്തില്ല, ഫ്രീസായിപ്പോയി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്റർനെറ്റ് പ്രോബ്ലം ആണെന്ന് ചിന്തിക്കുന്നു. നമുക്ക് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. We praise you. ഹല്ലേലൂയ. 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 ഫോണിൽ കൂടെ ജോയിൻ ചെയ്യാൻ നോക്കുകയായിരിക്കും ആണ് തോന്നുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. We praise you, we praise you, we praise you. കർത്താവിന് നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. 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 സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ജോബിൻ ജോയിൻ ചെയ്യുന്നത് വരെ ഞാൻ ജോബിൻ സാക്ഷി പറഞ്ഞു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ പറയാനായിട്ട് ദൈവം എൻ്റെ മനസ്സിൽ ജോബിന്റെ സാക്ഷ്യത്തോട് ചേർന്ന് നമ്മളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങൾ. ജോബിൻ തിരിച്ചു വന്നു. എന്റെ ലാപ്ടോപ്പില് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേക്കാം. ലാപ്ടോപ്പിൽ എന്തോ ഒരു ട്രബിൾ ഉണ്ടായത്. അപ്പം ഞാൻ സാക്ഷ്യം കണ്ടിന്യൂ ചെയ്യട്ടെ? കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ എറണാകുളത്തെ വീട്ടിലായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം യാതൊരു സാഹചര്യവും ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈ കോർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഞങ്ങൾ മുട്ടുകുത്തി. ഞങ്ങളോട് ഇതാരും പഠിപ്പിച്ചില്ല, കാരണം ഞങ്ങള് ഒരു പാസ്റ്റർ വന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ അങ്ങനെ ഞങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. കാരണം ഒരു മർത്തോമ കുടുംബത്തിൽ അല്ലെ ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ ആർക്കും ഒന്നും അറിയാത്തൊരു വിഷയമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കർത്താവിന്റെ സന്നിധി മുട്ടുകുത്തി, കർത്താവെ, ഞങ്ങൾക്ക് ചികിത്സിക്കാൻ ഡോക്ടറുണ്ട്, അല്ലെങ്കിൽ പണമുണ്ട്, മറ്റു സാഹചര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ ദൈവമേ, ഈ ഒരു അസുഖം അങ്ങ് മാറ്റുവാണെങ്കിൽ അങ്ങേക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പം എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനും എൻ്റെ വൈഫ് ഞങ്ങൾ ഒന്നിച്ച് കൈ ഓർത്ത് പിടിച്ച് ഞങ്ങൾ മുട്ടുകുത്തി കർത്താവിനോട് നിലവിളിക്കുകയാണ്, കർത്താവെ അങ്ങ് സൗഖ്യമാക്കുവാൻ. അപ്പം ബൈബിൾ സ്റ്റോറീസ്, അതായത് പഴയ നമ്മുടെ ബൈബിളിലെ കഥകൾ ഓർമ്മയുണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാണ്, കർത്താവെ അങ്ങ് കുരുടർക്ക് സൗഖ്യം കൊടുത്തു, മുടന്തരെ നടത്തി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും അങ്ങനെയുള്ള എല്ലാ കർത്താവ് ചെയ്ത മിറക്കിൾസ് ഒക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അത് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ല. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്, ഞാൻ കരയാണ്, എൻ്റെ പാവങ്ങൾ ഞാൻ ഏറ്റു പറയുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് എങ്ങനെ വന്നു എന്ന് അറിയത്തില്ല. അപ്പം എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുമ്പോൾ ഞാൻ ചെയ്ത പാവങ്ങൾ ഒരു വീഡിയോ പോലെ ഇത് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ഇത് സംഭവിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൈ കോർത്തിരുന്ന് കരയാണ്. ഇത് അന്നൊന്നും സംഭവിച്ചില്ല. രണ്ടാം ദിവസം ഇത് കണ്ടിന്യൂ ചെയ്യുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് നിലവിളിക്കുന്നു. മൂന്നാം ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാലാം ദിവസം ഞാൻ എൻ്റെ വൈഫിന്റെ ശരീരത്തിൽ ഞാൻ കണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ എന്നെ വളരെയധികം ഞെട്ടിച്ചു. എനിക്കൊരിക്കലും അത്
ഇപ്പോഴും ഞാനത് ഇങ്ങനെ ചിന്തിക്കുകയാണ് അത് എങ്ങനെ സംഭവിച്ചു. കാരണം ആ ശരീരത്തിൽ നിന്ന് അത് മുഴുവൻ മാറുന്നതായിട്ട്, ആ ശരീരത്തില് പസ്സായിരിക്കുന്ന, ആ ഫൗൾ സ്മെല്ലായിരിക്കുന്ന ശരീരത്തിലെ എല്ലാം മാറി ആ ശരീരം ക്ലീൻ ആകുന്നത് പോലെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ്. അത് എന്നെ ശരിക്കും കർത്താവിലേക്ക് വളരെയധികം അടുപ്പിക്കാൻ കാരണമായി തീർന്നു. അതിനുശേഷം ഇന്ന് ഈ നിമിഷം വരെ ആ ശരീരത്തിൽ പിന്നെ അത് ഉണ്ടായിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഈ സൗഖ്യത്തിന് ശേഷം മറ്റ് രോഗങ്ങൾ, മറ്റ് അസുഖങ്ങൾ വന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ ധാരാളം അസുഖങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ ഈ ഒരു മാർഗം അല്ലാതെ മറ്റൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുന്നു, എൻ്റെ ആയുസ്സും ആരോഗ്യം എല്ലാം സമർപ്പിക്കുന്നു. ഞാൻ കരയാൻ തുടങ്ങി. കർത്താവിന്റെ സന്നിധി ജീവിതം സമർപ്പിച്ചു. ഇനിയുള്ള ജീവിതം കർത്താവിനാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ ജീവിതം സമർപ്പിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം പാപത്തിൽ നിന്നുള്ളൊരു മോചനം അവിടെ കർത്താവ് തരികയാണ്. അതായത് അകൃത്യം, ഹൃദയത്തിലെ അശുദ്ധി എല്ലാം നീങ്ങി പോകുന്നത് എനിക്കത് എൻ്റെ ശരീരത്തിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങ് എന്നെ അങ്ങേക്ക് വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ ഞാൻ ഇതാ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ്, അപ്പൊ ഞാൻ ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതിനോടൊന്നും വിശ്വാസമില്ല. കാരണം പെന്തക്കോസ്ത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം അത് ആളുകളെ പണം കൊടുത്ത് മാറ്റുന്ന, കാരണം അങ്ങനെ ഒരു കേൾവിയാണ് എൻ്റെ കേൾവി. കാരണം അങ്ങനെ അതൊരു മോശമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് ദൈവമേ, അതെല്ലാം എൻ്റെ ഉള്ളിലും തരണം. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ അതെല്ലാം സമർപ്പിക്കാമെന്ന് പറഞ്ഞു. കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറച്ചു, അന്യഭാഷ കൊണ്ട് നിറച്ചു. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ദൈവം എന്നെ നിറച്ചു. കർത്താവ് വചനത്തിൽ കൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് അതുവരെ ഞാൻ വേദപുസ്തകമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. എന്നാൽ അവിടെ ഇരുന്ന് ഞാൻ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, വചനം വായിക്കുകയാണ്. 1.5 ദിവസം കൊണ്ട് ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കുന്നു. അതിനുശേഷം 4 ദിവസം കൊണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഗ്രഹിക്കുന്നതെന്നോ മനസ്സിലാക്കുന്നതെന്നോ അല്ല അതിന്റെ അർത്ഥം. എന്നാൽ എൻ്റെ അതുവരെയുള്ള ആഗ്രഹങ്ങൾ ഈ ലോകത്തിലെ പലതാണെങ്കിൽ പിന്നീട് എൻ്റെ ജീവിതം, ഞാൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് എൻ്റെ ജീവിതം തിരിയുകയാണ്. അപ്പൊ കർത്താവിനെ അധികമായി സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വചനം വായിച്ച് മുന്നോട്ട് പോകുന്നു. ഏകദേശം ഒരു 6 മാസത്തിന് ശേഷം വിശ്വാസ സ്നാനം എടുക്കുന്നു. അത് 2013 ഡിസംബർ 28-നാണ് വിശ്വാസ സ്നാനം എടുക്കുന്നത്. കാരണം അത് കർത്താവിന്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കുന്നു. കർത്താവ് അത് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി. അതങ്ങനെ വചനത്തിൽ എഴുതപ്പെട്ടു. അതുകൊണ്ട് കർത്താവ് അതങ്ങനെ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്ത് അങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് ജീവിതം സമർപ്പിച്ചു. അപ്പൊ എൻ്റെ മാതാപിതാക്കള്, അമ്മ അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ സ്നാനം പെട്ടിരുന്ന ആളാണ്, എന്നാൽ മർത്തോമയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പിതാവ്, ഞങ്ങൾ നാട്ടിലേക്ക്, അപ്പം വൈഫിന് ട്രാൻസ്ഫർ ആയി നാട്ടിലെത്തുന്നു. അപ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറയുന്നു, പള്ളിയിൽ പോകണം, പള്ളിയിൽ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്, നീ വിശ്വാസത്തിൽ വന്നു കുഴപ്പമില്ല, പക്ഷെ പള്ളിയിൽ പോകാം. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാനുള്ള ബുദ്ധിമുട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്യഭാഷ പറയുന്ന ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ ഞാൻ പള്ളിയിൽ ചെന്ന് എങ്ങനെ പ്രാർത്ഥിക്കും? കാരണം അതിനു മുമ്പ് അത് ലിറ്റർജി ആയതുകൊണ്ട് അത് എല്ലാ ആഴ്ചയിലും റൊട്ടീനായി പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് കാണാതെ അറിയാം അത് മുഴുവൻ. അപ്പൊ അത് ഞാൻ അവിടെ ചെന്ന് പറയാൻ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പൊ ഞാൻ പപ്പായോട് പറഞ്ഞു, പപ്പ, ഞാൻ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ എൻ്റെ പപ്പായുടെ അമ്മാച്ചൻ ഒരു സീനിയർ മർത്തോമയിലെ അച്ഛനാണ്. അദ്ദേഹത്തിന്റെ 2 മരുമക്കൾ അച്ഛന്മാരാണ്. അതിലൊരച്ഛനാണ് ഞങ്ങളുടെ പള്ളിയിൽ ആ സമയത്ത് ഇരിക്കുന്നത്. അപ്പം പപ്പ എന്നെ നിർബന്ധിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ പോകാതെ ഞാൻ പതുക്കെ ഞാൻ ഒരു ചർച്ചിലേക്ക് ഞാനിങ്ങനെ മാറുന്നു. അതായത് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഏകദേശം ഒരു 1.5 വർഷത്തിന് ശേഷം എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും മർത്തോമയിൽ നിന്ന് മാറി ഇപ്പോൾ അവർ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലാണ്, പാസ്റ്റർ പ്രിൻസ് തോമസിന്റെ റാന്നിയിലുള്ള ചർച്ചിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുന്നതല്ല, അത് ഗ്രാജുവലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും
ഫുള്ളി ഞാൻ ട്രാൻസ്ഫോം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ജീവിതം സമർപ്പിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിച്ച് അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിൽ ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ചെറിയ ട്രാക്റ്റുകൾ കൊടുത്ത് ചെറിയ ഔട്ട്റീച്ച് ചെയ്ത് ഫിലിം മിനിസ്ട്രി ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2023 ഇതുപോലെ പഠിക്കണം, അതായത് സെനറ്റോ സെറാമ്പൂറിന്റെ BD കോഴ്സിന് വേണ്ടി ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിൽ ജോയിൻ ചെയ്തു. അങ്ങനെ അത് ജോയിൻ ചെയ്ത് ഇപ്പോൾ ഞാൻ 4ാം വർഷം BD പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. കാരണം ഒരു കാരണവശാലും ദൈവത്തിന്റെ വചനം എടുക്കാനോ ദൈവവചനം എന്തെന്നറിയാൻ വയ്യാത്ത ഞാന് കർത്താവിന്റെ വചനം പഠിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല. കാരണം ഇതിന് ഞാൻ കൊള്ളാവുന്നതല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരുണയാൽ, ആ മഹാകരുണയും കൃപയും നിമിത്തം ദൈവം എന്നെ സഹായിച്ചു. അവിടുത്തെ ആണിപ്പാടുള്ള കരം തൊട്ട് കർത്താവ് ആശ്വാസവും സൗഖ്യവും ദൈവകൃപയും നൽകി പരിശുദ്ധാത്മാവിൽ നിറച്ചു. അങ്ങനെ കർത്താവ് തന്ന ഈ സന്തോഷത്തിൽ ഞാൻ ആയിരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇപ്പോൾ എന്തായിരിക്കുന്നതെന്നല്ല, ദൈവത്തിന്റെ പർപ്പസ് എന്താണോ അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആക്കുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അമ്മയുടെ കരച്ചിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ 15 വർഷക്കാലം കരഞ്ഞ ഒരു അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു എങ്കിൽ ഞാൻ പറയുന്നു, ഏത് വേദനിക്കുന്ന തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആർക്കും വേണ്ട എന്ന് തോന്നിയാലും കർത്താവിന്റെ സമയമാകുമ്പോൾ കർത്താവ് നമ്മളെ അതിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് എൻ്റെ ജീവിതത്തില് ദൈവം എനിക്ക് ചെയ്ത സാക്ഷ്യത്തിന്റെ അടയാളമാണ്. അപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറയുന്നതിനൊപ്പം തന്നെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ വചനം ഞാൻ വായിച്ചു. യെശയ്യാ പ്രവാചന പുസ്തകം 40-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യത്തിനകത്ത് എന്താണ് അതിന്റെ പശ്ചാത്തലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങള് പ്രീ എക്സൈലിക്കാണ്. അതായത് പ്രവാസത്തിന് മുമ്പുള്ളതാണ് 1 മുതൽ 39 വരെയുള്ള അധ്യായം. 40 മുതൽ 55 വരെയുള്ള അധ്യായം എക്സൈലിക്കാണ്. അതായത് പ്രവാസത്തിൽ ഇസ്രായേൽ ജനത ബാബിലോൺ പ്രവാസത്തിലായിരിക്കുമ്പോൾ എഴുതിയതാണ് 40 മുതൽ 55 വരെ. 56 മുതൽ 66 വരെ പോസ്റ്റ് എക്സൈലിക്കാണ്. അതായത് പ്രവാസാനന്തരം എഴുതപ്പെട്ടതാണെന്ന് ബൈബിൾ പണ്ഡിതര് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഈ വായിച്ച 40-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? അതിന്റെ അവസ്ഥ, അവർക്ക് അവരുടെ ദേവാലയം നഷ്ടപ്പെട്ടു പോയി, അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോയി, അവരുടെ രാജഭരണം നഷ്ടപ്പെട്ടു പോയി. അവർ മൈനോറിറ്റിയാണ്, ബാബിലോണിൽ അവർ മൈനോറിറ്റിയാണ്. അപ്പൊ അവർക്കൊരു സംശയം ഉണ്ടായി, ദൈവം ഞങ്ങളെ എന്നേക്ക് ഉപേക്ഷിച്ചു എന്ന്. അപ്പോ അവർ ചോദിക്കുകയാണ്, ബാബിലോണും ദൈവത്തെക്കാൾ ശക്തമേറിയതാണോ എന്ന് അവർക്കൊരു സംശയം ഉണ്ടായി. അവർ വീണ്ടും ചോദിക്കുകയാണ്, ദൈവത്തിന് ഇപ്പോഴും തന്റെ ജനത്തെ രക്ഷിപ്പാൻ കഴിയുമോ എന്ന്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ആയിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസനെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ഈ വചനം. ഇവിടെ ഇതിന്റെ സെൻട്രൽ തീം എന്ന് പറഞ്ഞാൽ, ഗോഡ് ഈസ് സ്റ്റിൽ സോവറിൻ ഓവർ ഹിസ്റ്ററി ആൻഡ് വിൽ റീസ്റ്റോർ ഇസ്രായേൽ. നമ്മുടെ ദൈവം ശക്തിയേറിയ ദൈവമാണ്. ആ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഇവിടെ വായിക്കുന്ന ഈ തിരുവചനത്തിനകത്ത് 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, കേട്ടോ വിളിച്ചു പറയുക എന്നൊരുത്തൻ പറയുന്നു, എന്ത് വിളിച്ചു പറയേണ്ടതെന്ന് ഞാൻ ചോദിച്ചു, സകല ജഡവും പുല്ലുപോലെയും
അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. അപ്പൊ ഇവിടെ ദൈവം ഇവിടെ കാണിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. വയലിലെ പൂ പോലെയും പുല്ലുപോലെയും രണ്ട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുകയാണ്. അതായത് അവർക്ക് മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത്. അതായത് ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് സീസണിൽ ഉണ്ടാകുന്നതാണ്. മാർച്ച് മാസത്തിൽ ഇത് വളർന്നു വരും. അവിടെ ഏകദേശം ഒരു 2 മാസത്തിന് ശേഷം ഒരു ഹോട്ട് മെഡിറ്ററേനിയൻ വിൻഡ് അടിക്കും ഡെസേർട്ടിൽ. ഖംസീൻ എന്ന അതിന്റെ പേര്. ഏകദേശം 50 ദിവസം നീളുന്ന ഒരു കാറ്റാണ്. 140 കിലോമീറ്റർ അധികം സ്പീഡിൽ അടിക്കുന്ന ഈ കാറ്റിന് ഈ പുല്ലും ഈ പൂവും ഉണങ്ങി കരിഞ്ഞു പോകും. അതായത് ഇവിടെ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ജനത്തിന്റെ ചോദ്യമാണ്, കർത്താവ് ഞങ്ങളെ കൈവിട്ടോ, ഞങ്ങളെ ഉപേക്ഷിച്ചോ എന്നുള്ള ചോദ്യത്തിന് ദൈവം പറയുകയാണ്, ഈ പൂവും ഈ പുല്ലും എങ്ങനെ ആ കാറ്റത്ത്, ആ മരുഭൂമിയിലെ കാറ്റത്ത് ഉണങ്ങി കരിഞ്ഞു പോകുന്നോ, അതുപോലെ ഞാൻ ഈ ബാബിലോൺ എന്ന എംപയറിനെ നീക്കുവാൻ എനിക്ക് ശക്തി ഉണ്ടെന്നാണ് ദൈവം ഇവിടെ പറഞ്ഞതിന്റെ സാരം. അതായത് ദൈവം പറയുന്നത്, യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, അതേ ജനം പുല്ല് തന്നെ. ഈ ജനം എന്ന് പറയുന്നത് ബാബിലോൺ ജനമാണ്. അവർ ഉണങ്ങിപ്പോവുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഒരു ശക്തിക്കും അതിന്മേൽ നിൽക്കാൻ കഴിയത്തില്ലെന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം യെരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, 29-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. അപ്പൊ ഈ വചനം എല്ലാം നിവർത്തീകരിക്കണമെങ്കിൽ ആ പറഞ്ഞ ഒരു സമയം, ആ ടൈം പീരീഡ് ഉണ്ട്. 70 ഇയർ ആണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഇവര് പ്രവാസത്തിൽ നിന്ന് പുറത്തു വരുവാൻ. അപ്പം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും വേദനിച്ച് തകർന്നിരിക്കുവാണെങ്കിൽ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊന്നും മറുപടി ഇല്ലല്ലോ എന്ന് നമ്മൾ വേദനിക്കുവാണെങ്കിൽ അതിന് പ്രയാസപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുകയാണ്, അതിനൊരു സമയമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന സമയത്തെ അത് നിവൃത്തിയാകത്തുള്ളൂ. ദൈവത്തിന്റെ പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ ഒരു ടൈം വെച്ചിട്ടുണ്ട്, ഒരു അപ്പോയിന്റഡ് ടൈം. അതിനെ അത് ഫുൾഫിൽ ആകത്തുള്ളൂ. അതായത് BC 586 ഇസ്രായേലിന്റെ ദേവാലയം പൊളിച്ചു കളയുകയാണ് നെബൂഖദ്നേസർ. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ BC 586 പൊളിച്ച ഈ ദേവാലയം, പുതിയൊരു ദേവാലയത്തെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ ഇപ്പൊ പറ്റത്തില്ല. കാരണം അവരിപ്പോ അടിമകളാണ്, അവര് എക്സൈലിൽ നിൽക്കുന്ന ജനമാണ്. അപ്പൊ ഇതിനകത്ത് ദൈവത്തിന് മാത്രമേ അവരെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് എങ്ങനെ ഇത് സാധിക്കും? കാരണം അന്നത്തെ സൂപ്പർ പവറാണ് ബാബിലോൺ. അവരുടെ കയ്യിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടും? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളും ചിന്തിക്കത്തില്ല, കർത്താവെ ഈ സാഹചര്യത്തിൽ നിന്ന് എന്നെ ആര് രക്ഷപ്പെടുത്തും? ഞാൻ എങ്ങനെ പുറത്തു വരും? എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് എന്നും മറുപടി കിട്ടും? എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്ന് നമ്മൾ വിഷമിക്കാറില്ലേ? എന്നാൽ ഇതിനകത്ത് ഈ വചനത്തിൽ പറയുന്നത്, കർത്താവിന്റെ സമയമാകുമ്പോൾ കർത്താവ് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. കാരണം ദൈവത്തിന്റെ പ്രോമിസ് ദൈവം കീപ്പ് ചെയ്യും. കർത്താവ് ചെയ്യുന്ന പ്രോമിസ്, കർത്താവ് പ്രോമിസ് കീപ്പർ എന്നല്ലേ പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ പ്രോമിസ് കീപ്പ് ചെയ്യുന്നത്? അതായത് ബാബിലോൺ എന്ന രാജാവിന്റെ ആ എംപയറിനെ മാറ്റി കർത്താവ് അവിടെ അടുത്ത രാജാവിനെയും അടുത്ത എംപയറിനെയും കൊണ്ടുവരികയാണ്. അത് പേർഷ്യനാണ്, പേർഷ്യൻ എംപയർ. സൈറസ് എന്ന പുതിയ രാജാവിനെ ദൈവം അവിടെ കൊണ്ടുവരികയാണ്. നമുക്ക് മുന്നോട്ട് വായിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം മുന്നോട്ട് വായിക്കുമ്പോൾ 44 മുതൽ ഒക്കെ വായിക്കുമ്പോൾ 45-ാം അധ്യായത്തിലൊക്കെ എഴുതിയിരിക്കുന്നു. 45-ന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും.
നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. അതായത് ഒന്ന് ചിന്തിച്ചു നോക്കണം, ഇവര് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇവർക്ക് ഇതിൽ നിന്നൊരു പുറത്തു വരാൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ ദൈവം ഇവിടെ 40-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുകയാണ്. എന്താ പറഞ്ഞത്? യഹോവയുടെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ദൈവം പ്രോമിസ് ചെയ്ത വേർഡ് ദൈവം കീപ്പ് ചെയ്യാൻ വേണ്ടി ഈ എംപയറിനെ നീക്കുകയാണ്. അതായത് ബാബിലോൺ എന്ന രാജാവിനെയും ബാബിലോൺ എന്ന ആ എംപയറിനെയും ദൈവം മാറ്റിയിട്ട് പുതിയൊരു എംപയറിനെ, പേർഷ്യൻ എംപയറിനെ, കോരശിനെ കൊണ്ടുവന്ന് ദൈവത്തെ അറിയാത്ത ഒരു ജെൻഡയിലായ ജാതീയനായ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ദൈവം തന്റെ ജനത്തെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്റെയും നിങ്ങളുടെയും എത്രയോ പ്രയാസമായ വിഷയത്തിനകത്തും ദൈവത്തിന് ഇടപെടാൻ കഴിയും. ദൈവം ചെയ്യുന്ന പ്രവൃത്തി, ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ എന്റെയോ നിങ്ങളുടെയോ ചിന്തയ്ക്ക് ഒക്കുന്നതല്ല. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ഒത്തിരി വഴികളുണ്ട്. ഒരിക്കലും ഈ ജനം പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് മുന്നോട്ട് പോകുന്ന വഴി, അവർ പുറത്തു വരുന്ന വഴി ഇങ്ങനെയാകുമെന്ന് അവർക്ക് അറിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത 70 വർഷത്തെ ആ എക്സൈലിന് ശേഷം അവർ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞതിനെ ദൈവം നിവർത്തിക്കുന്നത് കണ്ടോ എങ്ങനെയാണ്? ഇത് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആണ്. ചരിത്രത്തിൽ ഇത് അങ്ങനെ തന്നെ എഴുതപ്പെട്ടു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളും എന്താണ് ആഗ്രഹിക്കേണ്ടതെന്നറിയോ? ഈ ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുകയും കർത്താവ് പറഞ്ഞ പ്രോമിസിനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യണം. അതായത് ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ട വചനം എന്നോടോ നിങ്ങളോടോ ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കണം. അതിന് പേഷ്യൻസ് വേണം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല ഇത്. വളരെ നാൾ അവര് പേഷ്യൻസോടെ ഇരുന്നു. ആ ക്ഷമ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു കാര്യം നടക്കുന്നില്ല എന്ന് കരുതി സങ്കടപ്പെടേണ്ട, വിഷമം വേണ്ട. കർത്താവിന്റെ സന്നിധിയിൽ പേഷ്യൻസോടെ ഇരുന്നാൽ ദൈവം അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മതിയായവനെന്ന് ഈ വചനത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പേഷ്യൻസ് വേണം, വളരെ ശാന്തമായിരിക്കണം. ദൈവം അതിന്മേൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ഇസ്രായേൽ ജനം ബാബിലോണിൽ ഒരു മൈനോറിറ്റിയായി ഇരുന്നപ്പോഴും ദൈവം അവരെ ആശ്വസിപ്പിച്ച ആശ്വാസ നിമിത്തം അവരിതിൽ നിന്ന് പുറത്തു വന്നു. അവർ 586 തകർക്കപ്പെട്ട യെരുശലേം ദേവാലയം BC 516 ഏകദേശം 70 വർഷത്തിന് ശേഷം അവരത് പുനർനിർമ്മിച്ചു. കാരണം 539 BC സൈറസ് രാജാവ് അധികാരത്തിൽ വരുന്നു. അവരെ പുറത്തേക്ക്, അതായത് അവരുടെ രാജ്യത്തേക്ക് പോകാൻ അവർ അനുവാദം കൊടുക്കുന്നു. സൈറസ് വിളംബരം ചെയ്യുന്നു, നിങ്ങളുടെ സ്വദേശത്തേക്ക് പോകാമെന്ന് അവരോട് അറിയിക്കുന്നു. അങ്ങനെ പ്രാപ്തിയായവരെല്ലാം ഇങ്ങനെ അവരുടെ ദേശത്തേക്ക് പോയി. അവരുടെ സൈറസ് തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് ചെലവഴിച്ച വെൽത്ത് അവരുടെ ദേവാലയം പണിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ ദൈവം പ്രവർത്തിക്കും. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ കരം. അതായത് ഞാനും നിങ്ങളും എവിടെയാണോ ബ്ലോക്ക് ആയിരിക്കുന്നത് അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് ഒത്തിരി വഴികളുണ്ട്. എന്റെയും നിങ്ങളുടെയും ഭാരപ്പെടുന്ന, വേദനിക്കുന്ന, തകർന്നിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വ്യത്യസ്തമായ വഴികളുണ്ട്. കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടെ അല്ല പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ചിന്തകളിൽ കൂടി അല്ല പ്രവർത്തിക്കുന്നത്. മറിച്ച് പരിശുദ്ധാത്മാവ്, കർത്താവ് എന്താണോ ആഗ്രഹിക്കുവാൻ ദൈവം താല്പര്യപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് ദൈവം വർക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് പങ്കുവച്ചല്ലോ. എൻ്റെ അമ്മയുടെ ഒരു ദിവസത്തെ കരച്ചിലല്ല കേട്ടോ, 2 ദിവസത്തെ കരച്ചിലല്ല, വളരെയധികം നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. അനവധി ആളുകളുടെ മധ്യത്തില് തൻ്റെ മകൻ ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഒരമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ, അങ്ങനെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന അതിൻ്റെ ആഴം വലുതാണ്, ഹാർഡാണ്. അപ്പൊ ആ പെയിൻ എടുത്ത് നിലവിളിക്കുമ്പോൾ അതിന് പിന്നിൽ ദൈവം അതിൻ്റെതായ ഒരു സമയത്ത് പുറത്തു കൊണ്ടുവരും. 15 വർഷം നീണ്ട കരച്ചിലാണ് എന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര്,
എൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ കേൾക്കുന്ന എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഇതിനകത്തുള്ള എല്ലാ ജോയിൻ ചെയ്തിരിക്കുന്നവരോടും ഞാൻ ദൈവത്തിൻ്റെ ഒരു മെസ്സേജ് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ദൈവത്തിൻ്റെ ടൈമിൽ എൻ്റെയും നിങ്ങളുടെയും വിഷയത്തിന് ദൈവം പരിഹാരം വരുത്തുമെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. കർത്താവ് തൻ്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തെ പ്രോമിസ് കീപ്പ് ചെയ്തെങ്കിൽ, അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നെങ്കിൽ അതിനൊരു സമയം ഉണ്ടായിരുന്നു. അതുവരെ അവർ പേഷ്യൻസോടെ ഇരുന്നു. അവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടെ പറയുന്നു, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏത് വിഷയത്തിനകത്തും കർത്താവിനെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ഈ വചനത്തിൽ കൂടെ പറയുകയാണ്. അപ്പോൾ ഒരു ഭക്തന് വേദന ഉണ്ടാകുമോ? ഒരു ഭക്തന് പ്രയാസം ഉണ്ടാകുമോ? എനിക്കൊരു സൗഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു, അതിനുശേഷം രോഗം വരത്തില്ലയോ? ഉണ്ടാകാം, ധാരാളം രോഗം വരാം, രോഗങ്ങൾ കൂടി വരാം, ബുദ്ധിമുട്ടുകൾ കൂടി വരാം, പ്രയാസങ്ങൾ കൂടി വരാം. അങ്ങനെ കൂടി വരുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം കൈവിട്ടെന്നാണോ? അല്ല. എന്നെ സംബന്ധിച്ച് എന്നെ എൻ്റെ കർത്താവിനെ ഒന്ന് കാണുവാൻ വേണ്ടി, എൻ്റെ കർത്താവിൻ്റെ ക്രൂശിന്റെ ചുവട്ടിൽ ഞാൻ മുട്ടുകുത്താൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരു വഴിയാണത്. ഞാൻ അതിന് സന്തോഷിക്കുന്നു. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. കാരണം ആ ഒരു ഇൻസിഡന്റ് എൻ്റെ ലൈഫിൽ വന്നതുകൊണ്ടാണ് ഞാൻ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചത്. ഞാൻ അവിടെ മുട്ടുകുത്തി. അതിനുശേഷം അനവധി വിഷയത്തിൽ കൂടെ കടന്നു പോയെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സൈഡിൽ ആശ്വാസകനാണ്. കാരണം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് തിരുവചനം പറയുന്നു, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടത് എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപത്തിനും പരിഹാരത്തിനു വേണ്ടിയാണ്. അതിൽ നിന്ന് ഒഴുകുന്ന രക്തത്താൽ നമുക്ക് മോചനമുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. ഈ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പ്രയാസം ഇപ്പോൾ തരുന്നുണ്ടെങ്കിൽ കർത്താവിന് അതിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. കാരണം ദൈവത്തിനൊരു പദ്ധതി എല്ലാത്തിൻ്റെയും പിന്നിലുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എൻ്റെയും നിങ്ങളുടെയും ഈ വേദനിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. അതായത് ഞാനും നിങ്ങളും കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ കട്ടി കൂടുമ്പോൾ ഒരു കാര്യം മറക്കരുത്, പരിശുദ്ധാത്മാവ് അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുട്ടുകുത്തി സമർപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി, കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവെ എന്നെ അങ്ങ് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അതിനായി എന്നെ സമർപ്പിക്കുന്നു, ഞാൻ അതിനായി എന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഞാൻ അതിനായി എന്നെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് ആര് ഹൃദയംഗമായി ദൈവത്തോട് കരയുന്നോ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് മഴ പോലെ പെയ്തിറങ്ങും. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ആ ക്രൂശിൻ ചുവട്ടിൽ വന്ന ആരെയും കർത്താവ് ഒരു നാളും കൈവിടത്തില്ല, അവൻ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഏത് വേദനയിൽ കൂടെ കടന്നു പോയാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ഏതെല്ലാം വിധത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നിയാലും ദൈവം തൻ്റെ പ്രോമിസ് കീപ്പ് ചെയ്യും. ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. അതാണ് ഈ വചനത്തിൽ കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്. അപ്പം എന്താ ഈ 8-ാം വാക്യം പറയുന്നത്? നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കും. ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പുകഴുവാനുണ്ടോ? എന്തെങ്കിലും പ്രശംസിക്കുവാനുണ്ടോ? കർത്താവിന്റെ വചനത്തിൽ അല്ലാതെ എന്തെങ്കിലും പുകഴാനുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും കഴിഞ്ഞ കാല ജീവിതങ്ങളൊന്നും തിരിഞ്ഞു നോക്കി, അവിടെ നിന്ന് ഇവിടെ വരെ എങ്ങനെയാണ് നമ്മൾ ആയത്? ദൈവം സഹായിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം എങ്ങനെയായേനെ? കർത്താവിന്റെ കരുണ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെല്ലാം വീണു പോകാമായിരുന്നു, എവിടെല്ലാം താണു പോകാമായിരുന്നു. ആ കർത്താവിന്റെ ആണിപ്പാടുള്ള കരം എൻ്റെ പുറകിൽ സപ്പോർട്ട് ചെയ്തതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പുറകിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ശരിയല്ലേ? ഞാന് എൻ്റെ ശക്തി, എൻ്റെ പണം, എൻ്റെ ബുദ്ധി, എൻ്റെ എബിലിറ്റി, എൻ്റെ എല്ലാവിധ ശക്തി അതിലാണോ ഞാൻ ആയിരിക്കുന്നത്? അല്ല. കർത്താവിന്റെ കരുണ, കർത്താവിന്റെ കൃപ, ആ കർത്താവിന് കരുണ തോന്നിയിട്ട് എന്നെ രക്ഷിച്ചു, നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു. ഈ കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാളും വലുത് മറ്റെന്തെങ്കിലും ഉണ്ടോ പ്രിയമുള്ളവരെ? കർത്താവിന് വേണ്ടി ഈ ചെറിയ ജീവിതം സമർപ്പിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും അത് കഴിഞ്ഞെങ്കിൽ അതിൽ പരം ഭാഗ്യം മറ്റൊന്നുമില്ല. അപ്പോൾ
ഞാൻ ഈ പറഞ്ഞ ഈ വചനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കർത്താവിന്റെ വചനം ജീവനുള്ളതാണ്. കർത്താവിന്റെ ഈ 2500 പരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഒരു സ്റ്റോറിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അത് സത്യമാണ്. അത് ഹിസ്റ്ററിയിൽ അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ എന്താണ് ഇന്ന് ഇതുകൊണ്ട് ഈ വചനം പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യേകത? അതാണ് നമ്മുടെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. അത് എലൈവാണ്, അത് ജീവനുള്ളതാണ്, അത് ശക്തിയേറിയതാണ്. ആ വചനം നമ്മുടെ ഏതവസ്ഥയിലും പെനിട്രേറ്റ് ചെയ്യും. അത് നമ്മുടെ വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അത് ദൈവത്തിന്റെ പ്രോമിസിലേക്ക് ദൈവം നമ്മളെ നടത്തും. അതാണ് ഈ വചനം കൊണ്ട് ഇന്ന് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലുള്ള പ്രത്യേകത. 2500 വർഷത്തിന് ശേഷവും ഇന്നും ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നും ഇത് ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. ഇന്നും ഇത് മറ്റുള്ളവരുടെ ജീവിതത്തെ മുഴുവനായി ചേഞ്ച് ചെയ്യുന്നു. നമ്മുടെ വേദനിക്കുന്ന അവസ്ഥയിൽ നമ്മളോട് സംസാരിക്കുന്നു, ഒറ്റപ്പെട്ട അവസ്ഥയിൽ നമ്മളോട് സംസാരിക്കുന്നു, തകർച്ചയുടെയും വേദനയുടെയും ഞെരുക്കത്തിന്റെയും എല്ലാ അവസ്ഥയിലും ഇത് നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഈ വചനം ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഈ വചനം ഒരിക്കലും ദൈവം പ്രോമിസ് ചെയ്ത് ഒരിക്കലും മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഞാൻ ഈ ലഘു സന്ദേശം നിങ്ങളോട് ഇന്ന് പങ്കുവച്ചു. ദൈവം തന്ന ഈ അവസരത്തിന് ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയാം. ഒരു യോഗ്യതയില്ലാത്ത എന്നെ, ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ച് യേശുവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ജീവിച്ച എന്നെ ഈ വചനം പഠിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ഇപ്പോഴും എനിക്ക് അതിശയം തോന്നുന്നു. ഞാൻ ഇപ്പോഴും ഇത് തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം അനവധി പേരെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക എന്നുള്ള BD എന്നൊരു കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ്. അപ്പൊ ഈ വചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദൈവം എന്നെ എങ്ങനെ ആക്കുന്നു ആ രീതിയിലാകുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വചനം ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ആരെല്ലാം കൈവിട്ടാലും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും കർത്താവ് തന്റെ പ്രോമിസ് കീപ്പ് ചെയ്യും. ജെറമ്യാവിൽ കൂടെ ദൈവം പ്രൊഫസർ ചെയ്ത കർത്താവിന്റെ വചനം 70 വർഷം പ്രവാസം ഉണ്ടെന്ന് പറഞ്ഞത് 70 വർഷത്തിന് ശേഷം, ആ 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം കർത്താവ് മടക്കി വരുത്തിയെങ്കിൽ, അത് വചനം അതുപോലെ നിവൃത്തിയായെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏതെല്ലാം വിഷയങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ അത് വ്യക്തിപരമായി ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഒക്കെ എന്നോട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാളുകളിൽ കർത്താവ് ആ വചനത്തിന് നിവൃത്തി ഉണ്ടാകുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട തോമാച്ചായനോടും എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ എല്ലാ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഒരിക്കൽ കൂടെ അറിയിച്ച് ഞാൻ എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ജോബിൻ. ജോബിനെയും കുടുംബത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജോയ് പാസ്റ്റർ നമ്മളോട് കൂടെ ഉള്ളപ്പോൾ ഞാൻ വചനത്തിൽ നിന്നും സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ജോബിന്റെ സാക്ഷ്യത്തോട് ചേർന്ന് എൻ്റെ മനസ്സിൽ ദൈവം ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പല ദിവസങ്ങൾക്ക് മുമ്പേ ശ്രദ്ധിച്ചതായ ഒരു ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം പെട്ടെന്ന് ഒരു 20 മിനിറ്റ്സൂടെ നമ്മൾക്ക് ബാക്കിയുണ്ട്. അതിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ ഒക്കത്തില്ല, എന്നാൽ പറയാൻ ശ്രമിക്കുകയാണ്. ജോബിൻ സാക്ഷി പറഞ്ഞപ്പം പറഞ്ഞു, താൻ എന്തുകൊണ്ട് why God did what he did. ദൈവം ചെയ്തതിൻ്റെ പുറകിൽ, ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ പുറകിൽ ദൈവത്തിനൊരു പരിപാടിയുണ്ട്. നമ്മള് വിഷമത്തിലും പ്രയാസത്തിൽ കൂടെ കടന്നു പോകാത്തവരെ ആരെങ്കിലും ഈ 82-ൽ പരം ഡിവൈസുകളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും നമ്മൾ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന. എന്നാൽ നമ്മൾ ആ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ആ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നു എന്നറിയാമെങ്കിൽ
സന്തോഷത്തോടെ അങ്ങ് പോകും. കാരണം if you know the why behind the what, you will be always happy to go through the what. നമ്മൾ വേദപുസ്തകത്തില് പഠിച്ചു നോക്കുമ്പോൾ പലയിടത്തും പറയുന്നുണ്ട്, തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ പറയുന്നു, all scripture is God breathed and is useful for teaching, rebuking, correcting and training in righteousness, so that. കാരണം അത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? കാരണം ലാസർ സുഖമില്ലാതെ കിടക്കുന്നു. ഇതറിഞ്ഞിട്ട് എന്ത് പറ്റി? യേശു അവിടെ തന്നെ താമസിച്ചു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മലയാളം ട്രാൻസ്ലേഷനിൽ അത്രയും ശരിയായി വരത്തില്ല. അവിടെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, when he heard this, Jesus said, this sickness will not end in death. No, it is for God's glory, so that God's Son may be glorified through it. നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന പ്രശ്നങ്ങളുടെ ഇടയിൽ ഒരു സോ ദാറ്റ് ഉണ്ട്. ആ സോ ദാറ്റ് ഈസ് വൈ. ഗ്രീക്കില് ഈ സോ ദാറ്റ് എന്നുള്ള പ്രയോഗം പുതിയ നിയമത്തിൽ ഒരു 450 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 650 പരം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അത് ഗ്രീക്ക് വേർഡ് ഹിന എന്നാണ്. അപ്പം ഈ വൈ നമ്മളുടെ എല്ലാവരുടെയും ചോദ്യമാണ്. നമ്മൾ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാം പ്രധാന ചോദ്യം എന്തുവാ? വൈ ലോർഡ്, വൈ ഗാഡ്? എന്തുകൊണ്ടാണ്? ജോബിന്റെ സാക്ഷ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണെന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്നാല് അതിനൊരു കാരണമുണ്ട്. ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വാക്യമാണ് Deuteronomy 29:29. The secret things belong to the Lord, our God, but the things revealed belong to us and our children forever. മലയാളത്തിൽ 28-ാമത്തെ വാക്യം, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. കാരണം ദൈവം ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത് അത് ദൈവത്തിനുള്ളത്. അത് അവിടെ അങ്ങ് ഇരുന്നോട്ട്. അത് അറിയാനായിട്ടാണ് നമ്മുടെ ആഗ്രഹം. ഈ പ്രവചനത്തിന്റെ ഒക്കെ പുറകെ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ്. കാരണം ദൈവം മറച്ചു വെച്ചേക്കതിന്റെ പുറകിൽ ഒരു കാരണം. എന്നാല് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ നമ്മൾ കടന്നു പോകുന്ന ഓരോ സീസൺസ് ആണ്. നമ്മൾ ഈ അമേരിക്കയിലെ ജീവിക്കുന്നവർക്ക് വിന്റർ സീസൺ എന്തിനാണ്? ന്യൂയോർക്കിലൊക്കെ താമസിക്കുന്നവരോട് ചോദിച്ചാൽ പറയാം, വിന്ററിലെ സ്നോ കൊണ്ടാണ് ന്യൂയോർക്ക് ഏരിയയിലെ വെള്ളമൊക്കെ കിട്ടുന്നത്. അന്ന് ഈ ബഗ്സിന്റെ എല്ലാം എക്സും ലാർവയും നശിച്ചു പോകും. അതുകൊണ്ട് അധികം ബഗ്സ് ഇല്ല. ടെക്സാസ് ജീവിക്കുന്നവരോട് ബഗ്സിന്റെ കൂടുതൽ കൊണ്ട് ഇവിടെ ജീവിക്കാനൊക്കത്തില്ല. സ്പ്രിംഗ് എന്ന് പറയുന്നത് എന്തുവാ? സ്പ്രിങ്ങിൽ പൂക്കളുണ്ടായി ഫലം പുറപ്പെടുവിക്കാനായിട്ട് സമ്മറും ഫോളും ഒക്കെ ഉണ്ട്. അപ്പം ഈ ഓരോ സീസൺസ്, ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഓരോ സീസൺസ് അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ എന്നാൽ ആ സീസൺസിലായിരിക്കുമ്പോൾ നമ്മളുടെ ബിഹേവിയർ എങ്ങനെയാണ്? ഹൗ ആർ വി ബിഹേവിങ് വെൻ വി ഗോ ത്രൂ ഈച്ച് സീസൺ? വി ഡോണ്ട് നോ ദ വൈ ബിഹൈൻഡ് ദ വാട്ട്. എന്താണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ദൈവം എന്താണ് പ്ലാൻ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യമായിട്ട് നമ്മൾക്കൊരു ഹെവൻലി പെർസ്പെക്റ്റീവ് വേണം. സ്വർഗീയമായ ഒരു കാഴ്ചപ്പാട് നമ്മൾക്കുണ്ടായിരിക്കും. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുകയും
എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണനും ആകേണ്ടതിന് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പം നമ്മൾ കടന്നു പോകുന്ന പ്രയാസം എന്തുവാ? നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായി തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിനാണ് ദൈവം അത് ചെയ്യുന്നത്. നമ്മളുടെ ഓരോ ജീവിതത്തിലും ജോബിൻ പറഞ്ഞു അത് വന്നില്ലായിരുന്നെങ്കിൽ ദൈവസന്നിധിയിൽ വരത്തില്ലായിരുന്നു. വന്നു കഴിഞ്ഞു. എന്തിനാണിത്? അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്തിനാണ്? അതിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്നില്ല. അപ്പം നമുക്ക് ഒരു ഹെവൻലി ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ദീർഘമായിട്ട് പോകുന്നില്ല. ഹെവൻലി ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഷ്ടതയിൽ കൂടെ കഴിഞ്ഞ് എക്സസൈസ് ചെയ്യുന്നവർക്കറിയാം. റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യുമ്പോൾ മസിലിന് സ്ട്രെങ്ത് കൂടും. അപ്പം സ്ട്രെങ്ത് കൂടണമെങ്കിൽ, നമ്മളുടെ വിശ്വാസത്തിന് സ്ട്രെങ്ത് കൂടണമെങ്കിൽ നമ്മളുടെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകണം. നമ്മൾ അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളുടെ വിശ്വാസത്തിന് ബലം, ആ ടെൻസൽ സ്ട്രെങ്ത് കൂടും. ആ ടെൻസൽ സ്ട്രെങ്ത് കൂടുമ്പോഴേ നമുക്ക് ഇതിനെ മറികടക്കാനൊക്കത്തുള്ളൂ. അപ്പം ആദ്യമായി നമ്മൾ ഒരു സ്വർഗീയമായ കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അറിഞ്ഞ്. കാരണം ഇത് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. സ്വർണവും വെള്ളിയും ഒക്കെ തീയിലിട്ട് ഉരുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആ പ്രോസസ് ആകാതെ സ്വർണത്തിന് അതിൻ്റെ തിളക്കം, അതിൻ്റെ ആ മനോഹാരിതയും കിട്ടത്തില്ല. ആ സ്വർണം പറയുക എന്നെ കൊണ്ട് ഈ തീക്കകത്തൊന്നും ഇരിക്കാനൊക്കത്തില്ല. ഇറ്റ് വിൽ നെവർ ഗെയിൻ ദാറ്റ് ലസ്റ്റർ. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളെ ഓരോ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ സൃഷ്ടാവിന് ചില ആഗ്രഹങ്ങളുണ്ട്. അതാണ് ഹെവൻലി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് വെളിപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. കാരണം അത് ദൈവത്തിൻ്റെ സ്വന്തമാണ്. നമ്മളെ ഓരോരുത്തരെയും, ഈ ലൈനിലായിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ചില പരിപാടികളുണ്ട്. അത് ദൈവത്തിൻ്റെ അറിവാണ്. ആ ദൈവത്തിൻ്റെ അറിവിന് കീഴിൽ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചാൽ നമ്മൾ പൂർണ്ണ വിജയികളായി പുറത്തു വരും. രണ്ടാമത്, എ വിക്ടേഴ്സ് പെർസ്പെക്റ്റീവ്. ഒരു വിജയിയുടെ കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഞാൻ തോറ്റുപോയി, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലേ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഇത് നശിച്ചു പോയി. ഇതാണ് സാധാരണ നമ്മൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ കുറ്റം കൊണ്ടായി, എൻ്റെ കുറവ് കൊണ്ടായി ഇത് വന്നത്. We should always have a victor's perspective. അത് എന്തുകൊണ്ടാണ് അത് റോമാലേഖനത്തിൽ പറയുന്ന 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറയുന്നത് എന്താ? എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി, 27-28, എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കാരണം നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ എന്തുവായാലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മളെ ദൈവം അറിഞ്ഞിരിക്കുന്നത് കൊണ്ട്, ദൈവഹിതപ്രകാരം നമ്മൾ വിളിക്കപ്പെട്ടവരാകൊണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ പ്രസന്റ്, ദ ഫ്യൂച്ചർ ഈസ് ഗോയിങ് ടു ബി ബ്രൈറ്റ്. ഇന്ന് നടക്കുന്നത് എന്തായിരുന്നാലും ഫ്യൂച്ചർ ബ്രൈറ്റ് ആയിരിക്കുമെന്ന് ദൈവം ഒരു പ്രോമിസ് ചെയ്തു. ആ പ്രോമിസ് വിജയിയുടെ, കാരണം അത് തോറ്റവന്റെ പ്രോമിസ് അല്ല. വിജയിക്ക് വേണ്ടി ഒരു പ്രോമിസ് ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കളായ നമ്മൾക്ക് വിജയികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. We need to have a victor's perspective. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് ഉള്ളത്, we have to have a praise
പെർസ്പെക്റ്റീവ്. എന്തായിരുന്നാലും യെശയ്യാ പ്രവചനം 61 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ പറയുന്നത് എന്തുവാ, തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ. കാരണം സ്തുതി കുഴപ്പങ്ങൾ എന്തായാലും സ്തുതിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാ സാഹചര്യത്തിലും, എൻ്റെ കഷ്ടങ്ങളിലും എൻ്റെ പ്രയാസങ്ങളിലും എൻ്റെ നന്മകളിലും ഞാൻ ദൈവത്തിനെ സ്തുതിക്കും. സ്തുതി ഒരു മേലാടയായിരിക്കണം. മേലാട എന്ന് പറയുന്നത് എന്താ? നമ്മളെ കവർ ചെയ്യുന്നത് മേലാട. സ്തുതി നമ്മളുടെ എല്ലാ സാഹചര്യങ്ങളും നമ്മളെ കവർ ചെയ്യണം. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ്, സ്തുതിയുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അത് ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ നമ്മൾക്ക് എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ട് കടന്നു പോകാനാണ്. കാരണം അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, നമ്മൾ ആ ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്നും സന്തോഷത്തോടെ പോകും. കാരണം ഓരോരുത്തരും ഓരോ പ്രയാസത്തിൽ കൂടെ കടന്നു പോകും. ചിലരോട് അതങ്ങനെ പോന്നു, അത്രയേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടില്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ചിരിക്കുന്നു. അവൻ നാശത്തിനായിട്ടല്ല അത് ചെയ്യുന്നത് എന്ന് നന്നായിട്ടൊരു വിശ്വാസമുണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ലെസൺസ് ലേൺഡ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അത് നോക്കുമ്പോൾ നമ്മൾ ഓരോ പ്രശ്നത്തിലും ഓരോ സീസൺ നമ്മളുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, വാട്ട് ക്യാൻ ഐ ലേൺ ഫ്രം ദിസ് സീസൺ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞു പോയ ഈ കാലത്ത് എനിക്ക് എന്ത് പഠിക്കാം? ഞാൻ ഈ സീസണിലായിരുന്നപ്പോൾ രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, when I was in this season, what I could have done better. ഞാൻ വിലപിച്ചും കരഞ്ഞു പറഞ്ഞും നടക്കുന്നതിന് പകരം എനിക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കാമായിരുന്നില്ലയോ എന്നൊന്ന് ചിന്തിക്കണം. പിന്നെ മൂന്നാമതായി നോക്കുന്ന ഈ എക്സ്പീരിയൻസ് എന്നെ എന്തുവാ പഠിപ്പിച്ചത്? കാരണം ഇതിൽ നിന്നും, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഓർത്തിരിക്കേണ്ട കാരണം എന്താണെന്നറിയാമോ? എൻ്റെ വഴിയിൽ ദൈവം പലരെ കൊണ്ടിടും. അവർക്ക് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും പറഞ്ഞു കൊടുക്കാൻ അതൊരു പാഠമായിരിക്കും. എന്ത് വന്നാലും പഠിക്കാത്തവരുണ്ട്. ദൈവമക്കളായ നമ്മൾ അങ്ങനല്ല. നമ്മൾ പോയ പാതകളിൽ നിന്നും പഠിക്കണം. നാലാമതായിട്ട്, വാട്ട് അഡ്ജസ്റ്റ്മെന്റ് ഷുഡ് ഐ മേക്ക് ഗ്രോയിങ് ഫോർവേഡ്? ഗോയിങ് ഫോർവേഡ് അല്ല, ഞാൻ വളർന്ന് മുന്നോട്ട് പോകണം. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഓരോ സീസണിലെയും അനുഭവങ്ങളിൽ നിന്നും ഞാൻ വളരണം. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ വളരണം. ദൈവത്തോടുള്ള എൻ്റെ അടുപ്പത്തിൽ ഞാൻ വളരണം. വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ ഞാൻ വളരണം. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ വളരണം. ഞാനങ്ങ് മുന്നോട്ട് പോവുകയല്ല, ഞാൻ വളരണം. ഞാൻ വളർന്ന് മുന്നോട്ട് പോകണം. അവസാനമായിട്ട് ചിന്തിക്കേണ്ടത്, irrespective of my circumstances, എൻ്റെ സാഹചര്യങ്ങൾക്കപ്പുറമായി ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. പലപ്പോഴും മനുഷ്യനിലാണ് ആശ്രയം. എന്നാൽ മനുഷ്യൻ മാറിപ്പോകും, മാറാത്ത ഒരു ദൈവമുണ്ട്. വാക്ക് പറഞ്ഞവൻ മാറാത്തവനാണ്. അവനിൽ നമ്മളുടെ ട്രസ്റ്റ് നമ്മൾ അർപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ജോയ് പാസ്റ്റർ നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ തിരുനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും വചനത്തിന്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ച നല്ല വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കപ്പെടുന്ന കഷ്ടതകൾ, പ്രതിസന്ധികൾ,
അത് അവിടുന്ന് അറിയാതെയല്ല. അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടെ ജീവിതാനുഭവങ്ങളിൽ ഞങ്ങൾക്ക് തെളിയിച്ചു തന്ന ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം സംസാരിപ്പാൻ, അനുഭവങ്ങളിലൂടെ അത് ഞങ്ങൾക്ക് പകരുവാൻ കർത്താവ് ഞങ്ങളുടെ ദാസൻ പ്രിയ ജോബിനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പ്രിയ ചാനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ദൈവം പ്രയോജനകരമാക്കി തീർക്കണം. ഞങ്ങൾ അതിനുവേണ്ടി അവിടത്തോട് അപേക്ഷിക്കുകയാണ്. ആത്മീകാരാധനയുടെ നിർവൃതിയിലേക്ക് ഇന്ന് രാത്രി ഞങ്ങളെ കരം പിടിച്ച് നടത്തിയ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിശേഷാൽ ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഇതിൻ്റെ പിന്നിൽ ധ്വാനിക്കുന്ന പ്രിയ അങ്കിളിനെയും ആൻറ്റിയും ഒക്കെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ വചനത്തിന് മാറ്റമില്ലല്ലോ. സ്നേഹിക്കേണ്ടവർ തള്ളിക്കളയുമ്പോൾ, കരുതേണ്ടവർ കുറ്റപ്പെടുത്തുമ്പോൾ, കൂടെ നിൽക്കേണ്ടവർ കുതികാല് വെട്ടുമ്പോൾ, മാനിക്കേണ്ടവർ അപമാനിക്കുമ്പോൾ, താങ്ങേണ്ടവർ തള്ളിക്കളയുമ്പോൾ, കരുതേണ്ടവരെല്ലാം വഴിവിട്ട് മാറിക്കളയുമ്പോൾ, അടുത്തൊരു വഴി എങ്ങനെ വെളിപ്പെടുമെന്ന് പലതിനെ ചൊല്ലി ആകുലപ്പെട്ട് ജീവിതത്തിൻ്റെ ഉള്ളറകളിൽ നട്ടം തിരിയുന്ന സ്ഥാനത്ത് ഞങ്ങളെ പിടിച്ചു നിർത്തിയത് ഒരു മനുഷ്യൻ്റെ വാക്കല്ല. ഞങ്ങളെ പിടിച്ചു നിർത്തിയത് ഒരു പ്രവാചകന്റെ വാക്കല്ല. ഞങ്ങളെ പ്രതിസന്ധിയുടെ താഴ്വരയിൽ പിടിച്ചു നിർത്തിയത് ദൈവത്തിൻ്റെ വിശുദ്ധ തിരുവെഴുത്തുകളാകയാൽ അവിടുത്തെ ശ്വാസമാകുന്ന വചനത്തെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ നാൾക്കുനാൾ മേൽക്കുമേൽ ബലം പ്രാപിച്ച് ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിതാവ് ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ചു തരികയാണ്. വിശേഷാൽ ഈ ശുശ്രൂഷകളെയും ഈ മിനിസ്ട്രിയെയും ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവരെയും സന്നിഹിതരായ ദൈവമക്കളെയും മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അനുഗ്രഹിച്ച കൃപകൾക്ക് നന്ദി. എല്ലാം മഹത്വവും അംഗീകരിക്കുക. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിൻ്റെ ചിതാവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂട്ടായ്മ കാവൽ നാം ഇവരോട് ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോട് വിശേഷാൽ ഐശ്വര്യമായി ദൈവോധനം ശിരൂഴിച്ച കർത്താവിൻ്റെ ദാസൻ ജോബിൻ തോമസിനോടും ഈ മിനിസ്ട്രിയോടും ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവരോടും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ മേഘ പ്രത്യക്ഷത വരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിൻ്റെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless all of you. താങ്ക് യു ജോയ് പാസ്റ്റർ. താങ്ക് യു ജോയ്. Okay, uncle. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ വീണ്ടും നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. കടന്നു വരണം. എല്ലാവരെയും തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. പറഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മളുടെ ദൈവം വലിയവനാണ്. അവൻ കരം പിടിച്ച് നടത്തുന്നവനാണ്. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. റൂബനെ, ജോബിന്റെ പേരൻസ് എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. ജോൺ ബ്രദറെ അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റിമോണി ആയിരുന്നു.